കയ്യിലിരിപ്പും വായിൽ കിടക്കുന്ന നാവും ശരിയല്ലെങ്കിൽ ഏത് പരുത്തിക്കുരുവായിരുന്നാലും പരസ്യമായിട്ട് ഏതെങ്കിലുമൊക്കെ പൊതുവേദിയിൽ വെച്ചിട്ട് ദേ ഇങ്ങനെ അപമാനിക്കപ്പെടും. നിങ്ങൾക്ക് കിട്ടുന്ന ഈ തൊലിക്കെട്ടി അല്ലെങ്കിൽ ഈ ടഫ്റ്റിംഗ് നമ്മൾ പറയത്തില്ലേ, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ? പ്രത്യേകിച്ച് സ്മൃതി മേഡം ഒക്കെ ഞാൻ കോരി തരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടോ അതോ ജെനറ്റിക്സ് ആണോ? അത്ര ഉണ്ടാകുന്നത് ജെനറ്റിക്സ് ആണോ എന്നാണ് ചോദ്യം. തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞു നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലേ. അയ്യോ, കേട്ടില്ലേ? യഥാർത്ഥ സ്പോൺസേഡ് പരിപാടിക്ക് പോയതാണ്. ആരുടെയോ ചെലവിൽ ഗൾഫിൽ പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ മാപ്രകളെല്ലാം കൂടി ഫ്ലൈറ്റും പിടിച്ച് കണ്ടവന്റെ പൈസയ്ക്ക് പോയി ചെന്നിറങ്ങി അവിടെ ഒരു പൊതുവേദിയിൽ സ്മൃതി പരുത്തിക്കുരുവിനോട് ഇവരുടെ സ്റ്റുഡിയോ ഫ്ലോറിലെ ദൈനംദിന മെഴുകൾ കണ്ടിട്ട് ചോദിച്ചു പോയൊരു ചോദ്യമാണ്. കേട്ടപ്പോൾ സ്മൃതി പരുത്തിക്കുരു തന്നെ അറിയാതെ പറഞ്ഞുപോയി, നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലേ. നിങ്ങൾക്ക് കിട്ടുന്ന ഈ തൊലിക്കെട്ടി അല്ലെങ്കിൽ ഈ ടഫ്റ്റിംഗ് നമ്മൾ പറയത്തില്ലേ, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ? പ്രത്യേകിച്ച് സ്മൃതി മേഡം ഒക്കെ ഞാൻ കോരി തരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടോ അതോ ജെനറ്റിക്സ് ആണോ? അത്ര ഉണ്ടാകുന്നത് ജെനറ്റിക്സ് ആണോ എന്നാണ് ചോദ്യം. തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞു നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലേ. അയ്യോ, ഇതൊക്കെ കുറച്ചു മുമ്പ് നടന്നൊരു സംഭവത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? കാണ്ടാമൃഗത്തിനെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടി ഉള്ളത് കൊണ്ട് പിന്നെയും ശങ്കരൻ തെങ്ങിന്റെ മണ്ടയിൽ തന്നെ എന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, പട്ടിയുടെ വാല് പന്തീരാണ്ട് കൊല്ലം കുഴലിലിട്ടാൽ ആ കുഴല് മാത്യു കുഴൽനാടൻ ആകണമെന്നല്ലാതെ ആ വാലെന്നും സ്മൃതി പരുത്തിക്കുരു തന്നെയായിരിക്കും. അത് തന്നെയാണ് അവസ്ഥ. എന്നിരുന്നാലും പരസ്യമായ വേദിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കാണുന്നവർക്ക് തന്നെ ഇതിനെക്കുറിച്ചുള്ള മതിപ്പ് എന്താണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ തൊലിക്കെട്ടി അല്ലെങ്കിൽ ഈ ടഫ്റ്റിംഗ് നമ്മൾ പറയത്തില്ലേ, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ? പ്രത്യേകിച്ച് സ്മൃതി മേഡം ഒക്കെ ഞാൻ കോരി തരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടോ അതോ ജെനറ്റിക്സ് ആണോ? അത്ര ഉണ്ടാകുന്നത് ജെനറ്റിക്സ് ആണോ എന്നാണ് ചോദ്യം. തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞു നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലേ. അയ്യോ.